ഞാൻ ഫ്രെഡി എന്ന് വിളിച്ചത് ബിക്കോസ് ആ ക്യാരക്ടർ നമുക്ക് അത്രത്തോളം ഡീപ്പ് ആയതുകൊണ്ടാണ്. സോ ചന്തു ചേട്ടാ, എന്താ ചന്തു ചേട്ടനെ ഹാപ്പി ആക്കുന്ന ഒരു ഫാക്ടർ എന്താ? വാട്ട് മേക്സ് യു ഹാപ്പി എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ ആൻസർ? നമുക്ക് ഒരു ഇപ്പോൾ ഫാമിലിയിൽ എൻ്റെ കുഞ്ഞിനെ കാണുന്ന വലിയ സന്തോഷം, ഫാമിലി സന്തോഷമായിട്ട് കാണുമ്പോൾ സന്തോഷം. സോ ഇറ്റ്സ് വെരി ഡൊമസ്റ്റിക്. അതല്ലാതെ ഇപ്പോൾ കരിയർ നോക്കുവാണെങ്കിൽ വെൻ യു റിയലി ഹാവ് ഗുഡ് മൂവീസ് ഇൻ ലൈൻ, അത് സക്സസ്ഫുൾ ആകുന്നു എന്ന് പറയുന്നത് വലിയ വലിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന അതൊരു ഓവർവെൽമിങ് ഫീലാണ്. ഇപ്പോൾ സന്തോഷം നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് എടുക്കണമല്ലോ, പേഴ്സണലാണോ കരിയർ ബേസ് ആണോ? ഓക്കെ. സോ റൈറ്റ് നൗ എന്താ സന്തോഷം? റൈറ്റ് നൗ സിനിമ നോക്കുവാണെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ബിക്കോസ് ആഫ്റ്റർ ലോങ് ബ്രേക്ക് എനിക്കൊരു റിലീസ് വരുന്നു. അതൊരു നല്ല സിനിമയായി വന്നത് എൻ്റെ വലിയ 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 ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. ചേട്ടൻ്റെ പേരിൻ്റെ പിന്നിലെ ഉത്ഭവത്തെക്കുറിച്ച്? എൻ്റെ പേര് ചന്തു ജി എന്നാണ്. അച്ഛൻ്റെ പേരാണ് ഗോപിനാഥ്. ആ നാഥാണ് ഞാൻ സ്ക്രീൻ നെയിമായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നാഥൻ നിട്ടാലും ഇനി ഏത് നിട്ടാലും എന്നെ ചന്തു. പക്ഷേ ഫോർ മീ അത് കാണുമ്പോൾ ഒരു സൗണ്ടിങ് ഗുഡ് എന്ന് തോന്നുന്നുണ്ട് ചന്തുനാഥ് എന്നാക്കി. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ 2 ചന്തു ഉണ്ടല്ലോ. സലീം കുമാർ ഏട്ടൻ്റെ മോനുണ്ട്, ചന്തു സലീം കുമാർ ഉണ്ട്, ചേട്ടൻ്റെ പേരുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഫുൾ നെയിം പറയില്ലല്ലോ, ചന്തു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ മാറി കോൾ വരുമോ, അല്ലെങ്കിൽ മാറി വന്നിട്ടുണ്ടോ? കോൾ മെസ്സേജ് വന്ന് ഡിലീറ്റ് ആയി പോയിട്ടൊക്കെയാണ്. ആണോ? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുമോ നമ്മളോട്? പറയുന്നില്ല. അതൊരു വലിയ സക്സസ്ഫുൾ സിനിമയായിരുന്നു. ഇവിടെ വളരെ കോടിക്കണക്കിന് രൂപ കൊയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറയട്ടെ സിനിമ? വേണ്ട കോൾ വന്നിട്ട് മെസ്സേജ് വന്നു, എനിക്ക് ഇന്ന് കാണാൻ പറ്റും. ഐ വാസ് സോ എക്സൈറ്റഡ്. അയച്ചിരിക്കുന്ന ഒരു ആക്ടറാണ്, എനിക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വരാമല്ലോ ബ്രോ ഒന്ന്. പക്ഷേ ഐ തിങ്ക് ദേ ഗോട്ട് മീ റോങ്. അപ്പോൾ അത് മറ്റേ ചന്തു ആയിരുന്നു. അല്ല, ഒന്നും സങ്കടമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ മാറി വന്നിട്ടൊക്കെ ഉണ്ട്. മെസ്സേജ് വന്നിട്ടുണ്ട്, ടിക്കറ്റ് എത്തിയല്ലോ അല്ലേ? ഏത് ടിക്കറ്റ്? ഫോർ മറ്റേ ചന്തുവിന്. പക്ഷേ ഐ റിയലി തോട്ട് എനിക്ക് ഒരേ ഒരു ചന്തു എന്നുള്ളത് വിചാരിച്ചു. എൻ്റെ പേര് അത്ര എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പേരാണ് എൻ്റെ എന്ന് എപ്പോഴും ഞാൻ പറയും. എൻ്റെ അച്ഛൻ മമ്മൂക്ക ഭയങ്കര ഇഷ്ടമുള്ളൊരു നടൻ, ആസ് എൻ ആക്ടർ മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം വടക്കൻ വീരാത കണ്ടിട്ടാണ് എനിക്ക് പേരിടുന്നത് ചന്തു എന്ന്. അപ്പോൾ അതൊക്കെ അച്ഛൻ പറയാറുണ്ട്. എന്നാലും എനിക്ക് ഇതൊരു ആക്ടറിനെ പറ്റിയ പേരാണെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആക്ടർ പറ്റുമോ, ഡോക്ടർ പറ്റുമോ, പൈലറ്റ് പറ്റുമോ, പറ്റുമോന്നൊക്കെ ആലോചിക്കുന്നത്. അവസരം ഞാൻ പറയും ചന്തു ഒരു ഗുണ്ടൊക്കെ ഇടാൻ പറ്റുന്നത് ചന്തു എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ. ബട്ട് ഐ ആം ലവിങ് ദ നെയിം നൗ. എല്ലാവരും ഇപ്പോൾ ചന്തുനാഥ് എന്നാണിക്കുമല്ലോ നമ്മളൊരു എന്താ പറയുന്ന ഒരു പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. ചന്തുനാഥ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെയാണ് സ്നേഹം ചന്തു എന്നുള്ള. പിന്നെ ചേട്ടാ, ചെറിയ പേരാണെന്നുണ്ടെങ്കിലുള്ള ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം. നമ്മൾ ഒരിടത്ത് ചെന്ന് പേര് പറയുമ്പോൾ അതവിടെ രജിസ്റ്റർ ആവും. എൻ്റെ പേര് ഞാനൊരു 100 വട്ടം പറഞ്ഞാലും ചിലപ്പോൾ രണ്ടാമത് കാണുന്നവർ അത് ഓർത്തിരിക്കില്ല, കുറച്ച് വലിയ പേരായത് കാരണം. സോ ഷോർട്ട് ആൻഡ് സിമ്പിൾ നെയിം ആകുമ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എപ്പോഴും. ഓക്കെ. സോ നമുക്ക് സിനിമയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞല്ലോ അച്ഛൻ മമ്മൂക്ക ഫാൻ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ചേട്ടൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ടീച്ചറാണ്, അച്ഛനൊരു ഗവൺമെൻറ് ഓഫീസറായിരുന്നു. സോ അതിൽ നിന്ന് നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് വരുമ്പം ചേട്ടൻ ഓൾറെഡി ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം അവരൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നുള്ളത്. സോ റൈറ്റ് നൗ എന്താ അവരുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താ അവരുടെ സിറ്റുവേഷൻ? ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും എനിക്കൊരു നല്ല സിനിമ ഉണ്ടാവണം, നല്ല ക്യാരക്ടർ ഉണ്ടാവണം, സക്സസ്ഫുൾ ആവണമെന്നാണ് പുള്ളിയും അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത്. അച്ഛൻ വാസ് ഇൻ ഡ്രാമ ബിഫോർ. അച്ഛൻ തിയേറ്ററൊക്കെ ചെയ്ത ഒരാളാണ്. അച്ഛൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ട് റിട്ടയർ ആയ ആളാണ്. ഇപ്പോഴും അമ്മ കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതലും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരുമില്ല. പക്ഷേ എന്നെ അവർ കുഞ്ഞിലോട്ടേ സ്റ്റേജിലായിരുന്നു കണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കുഞ്ഞിലോട്ടേ സ്റ്റേജ് എല്ലാ പരിപാടിയും യൂത്ത് ഫെസ്റ്റിവൽസൊക്കെ ആയിട്ട്. പിന്നെയാണ് ഒരു സമയത്തെത്തുമ്പോൾ നമ്മളത് ഡ്രാമ, സ്കിറ്റ്, മൈം എന്നൊക്കെ പറയുന്ന ഒരു പെർഫോമിംഗ് ആർട്സിലേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ വയലാർ സാറിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴാണ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് സിനിമ ആ പാഷൻ നമുക്കിങ്ങനെ സീരിയസ്ലി നമുക്കിങ്ങനെ ബിൽറ്റായി തുടങ്ങുന്നത്. ഞാൻ ബാംഗ്ലൂർ പോയ സമയത്തൊക്കെ ഐ ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. അവിടെ പോയി എൻ്റെ അക്കാഡമിക്സ് ഒക്കെ നോക്കി, എൻ്റെ MA MPhil പിന്നെ പഠിപ്പീരൊക്കെ ആയി. പിന്നെ ഏതോ ഒരു പോയിന്റിൽ റിയലൈസ് ദാറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ഐ ക്വിറ്റ്, ടേക്ക് എ ഡിസിഷൻ, കറേജിയസ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ എനിക്ക് ഇനി സമയമില്ല എന്ന് തോന്നിയ മൊമെൻറ്റിലാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്ന് സിനിമ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആ പ്രൊഫഷൻ കംപ്ലീറ്റ്ലി ലീവ് ചെയ്തിട്ട് നമ്മൾ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഭയങ്കര ഡിലമയുള്ളൊരു സമയം അത്. പിന്നെ മൈ വൈഫ് ഷീ സ്റ്റുഡ് സ്ട്രോങ് വിത്ത് മീ. ആ സമയത്തുള്ള നെറ്റൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങി. സോ അങ്ങനെ എനിക്ക് എന്തൊക്കെ എൻ്റെ ഫാമിലിക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നെ ഒന്ന് ഓക്കെ ആക്കി നിർത്താൻ. ഈ ഒരു പരീക്ഷണമാണല്ലോ പിന്നെ അങ്ങോട്ടുള്ളത്. വരുമാനം വരുന്നില്ല. അപ്പം
അവരാണ് ശരിക്കും എൻ്റെ കൂടെ നിന്ന്. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ മോട്ടിവേഷൻ അൺലെസ് അവരൊരു മോട്ടിവേറ്റിംഗ് എന്നുള്ളതല്ലാതെ ദ എൻഡ് ഓഫ് ദി ഡേ മണി മാറ്റേഴ്സ്, റിയലി മാറ്റേഴ്സ്. ഇപ്പോൾ ഫിലോസഫി അവിടെ വർക്ക് ആവില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോഴും ഞാൻ ഒരു ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റേബിളായി കൺസിസ്റ്റൻ്റ്ലി ഒരു സീസണൽ ആക്ടറായി എന്നൊന്നും എനിക്ക് പറയാൻ ഇറ്റ്സ് എ ഗ്രാഫ് ഈസ് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ്. ബിക്കോസ് പ്രീ കോവിഡ് ടൈമിൽ എനിക്ക് ഭയങ്കര റൈസായിരുന്നു. യു ഹാവ് കശ്മലൻ, ഹിമാലയത്തിലെ കശ്മലൻ റീജിയൽ കോമഡി കഴിഞ്ഞിട്ട് 18-ാം പടി മെയിൻ സ്ട്രീം ലോഞ്ച്, മാലിക്, പിന്നെ ഖജുരാഹോ ഡ്രീംസ്, ലാലേട്ടനോട് റാം, ലാലേട്ടനോട് 12th മാൻ, പാപ്പ, ഇങ്ങനെ കയറുന്ന സമയത്താണ് ഈ കോവിഡിൻ്റെ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചു, കരിയർ ലിഫ്റ്റിനെ. ബട്ട് അഗെയിൻ ജിത്തു സാർ എനിക്ക് 12th മാൻ കൊണ്ട് വീണ്ടും എന്നെ തിരിച്ച് കൊണ്ടുവന്നു. ദെൻ ജോഷി സാറിൻ്റെ പാപ്പനിൽ അഭിനയിക്കാൻ പറ്റി. ചിലപ്പോൾ അങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ വേറൊരു ആർട്ടിസ്റ്റായിട്ട് വേറെ കൈൻഡ് ഓഫ് എൻ ആർട്ടിസ്റ്റായിട്ട് മാറിയേനെ. പക്ഷേ ഐ ഹവ് നോട്ട് സാഡ് അബൌട്ട് ഇറ്റ്. ആ സമയത്ത് ഡിലമ, അൺസർട്ടനിറ്റി ഈസ് ഹ്യൂജ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോലും ആഫ്റ്റർ ഫീനിക്സ് ഐ ഫേസ്ഡ് റിയലി ടഫ് ടൈം, റിയലി ടഫ് ടൈം, കോവിഡിനേക്കാൾ. അതെന്താ സംഭവിച്ചത് എനിക്കറിയാം. ഫീനിക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു 10ഓളം മൂവി വന്നു വെളിച്ചത്ത്, ആൻഡ് ഇറ്റ് ഗോസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പം നമ്മളൊരു വലിയ പിരിമുറുക്കത്തിലോട്ട് എത്തും. കാരണം നമ്മൾ സിനിമ സെറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർ ലിവിങ്. പിന്നെ സിനിമയുടെ ഫ്ലോ നമ്മളിങ്ങനെ വരാതായാൽ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. വിളിക്കുന്നത് ക്വിക്ക്ലി അത് നമ്മളെ കയ്യിൽ നിന്ന് നെക്സ്റ്റ് ഡേ, ഒരു 3rd ഡേ അതിനെപ്പറ്റി അത് വാനിഷാവും. ദെൻ യു ഹാവ് ഭയങ്കര പ്രോബ്ലം. പക്ഷേ ഐ ഓൾവേസ് സേ ദാറ്റ് നമ്മുടെ ഈ മിസറീസ് ഒന്നും, ഐ ഓൾവേസ് സേ ദാറ്റ് ഐ എം പ്രോഡക്റ്റ് ഓഫ് മിസറി, പ്രോഡക്റ്റ് ഓഫ് പെയിൻ എന്നാണ് ഞാൻ പറയുന്നത് സിനിമയിൽ. ഇങ്ങനെ നമ്മൾ ഫയർ ബോൾ ഇങ്ങനെ വന്നിട്ടാണ് ഞാനിങ്ങനെ അടുത്ത സിനിമ വരുമ്പോൾ ഞാൻ അതിൽ എക്സൈറ്റഡ് ആവുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ദ തിങ് വിച്ച് മേക്സ് മീ സ്ട്രോങ് ഓൾസോ. എന്നെ ഇങ്ങനെ തിരിച്ചു വലിക്കുന്നതാണ് എന്നെ തിരിച്ച് വീണ്ടും വരാൻ, അതിൻ്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ എൻ്റെ സ്റ്റാൻഡേർഡ്സ് കുറയ്ക്കാൻ നോക്കുമ്പോഴും ഞാൻ വീണ്ടും ദെർ ആർ ഗുഡ് പീപ്പിൾ ഇൻ സിനിമ, ദെർ ആർ ഗുഡ് പീപ്പിൾ എവരിവെയർ, സോ ഐ സ്റ്റാൻഡ് ഫോർ ദം. നമ്മളിപ്പം ഈ അൺസർട്ടൺ ആയിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ സിനിമയിലൊക്കെ വരാൻ പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ കീപ്പ് ചെയ്യേണ്ട ഒരു ഫാക്ടർ എന്താ? ചേട്ടൻ്റെ ഒരു ഇതിൽ എന്താ തോന്നുന്നത്? ഞാനൊരു ഫിലോസഫി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനത് ഹാർഡ് റിയാലിറ്റി കണ്ടു നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് പാഷൻ നമ്മൾ ഓൾവേസ് സേ പാഷൻ മെയിൻ. ആ പാഷൻ്റെ ഫയർ ഭയങ്കരമായിട്ട് നിർത്തുക എന്നുള്ളത് ഒരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഇപ്പോൾ എന്നെ ഇവിടുന്ന് തീരെ, ഞാൻ എപ്പോഴും പറയാം, അൺലെസ് ആൻഡ് അണ്ടിൽ ഐ എം ഫ്ലാറ്റൻഡ് ആൻഡ് ഐ എം ഈറ്റിംഗ് സോയിൽ, ഐ വുഡൻറ്റ് ഗോ ബാക്ക് ഫ്രം സിനിമ. വൺ ഡേ ഇഫ് ഐ എം ഫ്ലാറ്റൻഡ് ഐ എം ഈറ്റിംഗ് സോയിൽ, ഇഫ് ഐ ഗെറ്റ് ടു ഗോ ബാക്ക്, എനിക്കൊരു പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴും അവിടെ ഓപ്പൺ ആണ്. സോ യു നീഡ് ടു, അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് എ സിനിമ ബാക്ക്ഗ്രൗണ്ട്, യു ഹാവ് എ ഗോഡ് ഫാദർ, യു ഹാവ് എ ടീം, യു ഹാവ് എ കോക്കസ്. അതർവൈസ് നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും വേണം. അക്കാഡമിക്കലി അല്ലെങ്കിൽ പ്രൊഫഷണലി അല്ലെങ്കിൽ ബിസിനസ്സോ യു ഹാവ് ടു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഈ പറഞ്ഞ ഗോഡ് ഫാദർ അതൊക്കെ ഫാക്ടറാണ്. ഗോഡ് ഫാദർ ഒരു ബാഡ് ടേം അല്ല, അതൊക്കെ ഒരു ഫാക്ടറാണോ സിനിമയിൽ? ആബ്സല്യൂട്ട്ലി, സർവൈവൽ അതൊക്കെ ഫാക്ടറാണ്. അതാരും ഐ എം നോട്ട് സപ്പോസ് ടു ഡിനൈ ദാറ്റ്. അല്ലാതെ വന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് അങ്ങനെ വന്നു. ടാലൻറ്റ്, നമ്മളതിനെ ലക്ക് എന്ന് പറയുന്നത്. ലക്ക് എന്നൊരു സാധനം ഉണ്ടായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ലക്ക്, എൻ്റെ ലക്ക്, അങ്ങനെ എഴുതി വെച്ച ലക്കല്ല. സാഹചര്യങ്ങൾ കൊണ്ട് അവരെത്തിപ്പെടുന്ന ടീം, എത്തിപ്പെടുന്ന ആളുകൾ, യുനോ സ്ഥലം, സിനിമ, ആ ക്യാരക്ടർ, ഇതൊക്കെ നമ്മൾ ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ പുറത്ത് സക്സസ്ഫുൾ ആവാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ തോന്നുന്നു ഇവരൊക്കെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എന്തായനെ എന്ന് തോന്നുന്നു. പക്ഷെ കിട്ടണം, കിട്ടുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വർക്ക് ചെയ്യുന്നു. അത് ചെറിയ തൊട്ട് വലിയ വരെ ഫാക്ടേഴ്സ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കണം. അത് എത്ര പാഷൻ എന്ന് പറഞ്ഞാലും യു നീഡ് ടു, ഫാമിലി, നമുക്ക് തന്നെ ബോൺസ് ഒന്നുമില്ല, നമുക്ക് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കാം, ഒരു ഫ്രീ വില്ലിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാം. പക്ഷേ എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, സോ ഐ ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഇറ്റ്സ് വെരി, എൻ്റെ ഒരു പേഴ്സണൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് വർഷങ്ങളോളം സിനിമയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നിന്ന് ഒരുപാട് പേരുണ്ടായിരിക്കാം. അത് എവിടെയെങ്കിലും എത്തിപ്പെട്ടോ എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ്. അതെനിക്കൊന്നും യൂണിവേഴ്സൽ ലോ ഇല്ല. യു ഹാവ് ടു ഹാവ് ദ ഫയർ. കോൺഫിഡൻസ് ഉണ്ടാണ്. എനിക്ക് സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും. ബിക്കോസ് നമുക്കറിയാം ഇൻഡസ്ട്രി എന്തുവാണെന്നും ഇൻഡസ്ട്രിക്ക് അകത്തുള്ള നമുക്ക് വേണ്ട ടാലൻറ്റ് എന്തുവാ, എല്ലാവർക്കുള്ള സ്പേസ് ഇതിനകത്തുണ്ട്, എല്ലാവർക്കും.